നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിലും നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ബോത്ത് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മുടെ ഉള്ളത് ഇനി തേഴ്സ്ഡേക്കുള്ള അനാലിസിസ് ആണ്. നാളെ മാർക്കറ്റില്ല, ഓഫാണ്. സോ നമ്മുടെ ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് കുറച്ചുകൂടി ഇന്ന് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. വീഡിയോ ലോങ് ആയിരിക്കും, സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞേക്കാം. കുറച്ചുകൂടി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ഒരു ഇൻട്രസ്റ്റ് വരണം. ഇന്ന് ആക്ച്വലി നല്ലൊരു ഇൻട്രസ്റ്റഡ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. 2-3 പേര് നന്നായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻ വ്യൂവേഴ്സ് അങ്ങനെയാണ്. വ്യൂവേഴ്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നന്നായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്കും ചെയ്യുന്നുണ്ട്. സോ കൂടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് ഇന്ന് കുറച്ചുകൂടി നന്നായിട്ട് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ഒരാൾ നമ്മുടെ ചോദിച്ചായിരുന്നു. സോ ആ ഒരു ലൈവ് നമ്മുടെ നിഫ്റ്റിയിൽ ലൈവായിട്ടൊന്ന് പ്രൈസ് ആക്ഷൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ വീഡിയോയിൽ കിടക്കാം. വീഡിയോ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഗുണം, എന്തെങ്കിലും ഒരു അത് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത് ഷെയർ ചെയ്യാൻ കേട്ടോ. യെസ്, നമ്മുടെ ഇപ്പോൾ നിഫ്റ്റി ഈ ലെവൽസൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തായിരുന്നു. ഓക്കെ, ഇത്രയ്ക്ക് ലെവൽസാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇന്ന് എന്തായി? മോർണിംഗ് ഫസ്റ്റ് നമ്മുടെ ട്രെൻഡ് ലൈൻ. ഓക്കെ, ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് ട്രേഡ് കിട്ടും. പിന്നെ റെസിസ്റ്റൻസ് മോസ്റ്റ്ലി ഈ റെസിസ്റ്റൻസ് പറഞ്ഞായിരുന്നു, ഏത് 23,550. ആൻഡ് സെക്കൻഡ് റെസിസ്റ്റൻസ് സ്മോൾ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 23,600. അതൊക്കെ എല്ലാം ബ്രേക്ക് ചെയ്ത് ഇന്ന് തകർത്താണ് കയറിയത്. റീസൺ വേറൊന്നുമില്ല. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എടുത്ത് പറഞ്ഞായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അത് നോക്കണം. ദാറ്റ് മീൻസ് ഞാൻ ബിയറിഷ് സൈഡല്ല, ബട്ട് ബുള്ളിഷും അത്രയ്ക്ക് ഇല്ല. ബട്ട് യെസ്, ഞാൻ അപ്പു ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. റീസൺ മാർക്കറ്റ് 3 ഓൾഡ് സോൾഡാണ്. ടെക്നിക്കലി ഒരു ബൗൺസ് വരേണ്ടതാണ്. റീസൺ 200 EMA സപ്പോർട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഓവർ സോൾഡിലാണ്. RSI ഡൈവേർജസ് ഉണ്ട്. അതൊക്കെ എല്ലാം കൂടി പിന്നെ നല്ല ഒരു സപ്പോർട്ട്, നമ്മുടെ യെല്ലോ ലൈൻ്റെ ഒരു സപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കുക, 23,370 ആണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബട്ട് 350 ലോ. ഓക്കെ, അത് എക്സ്പെക്ട് ചെയ്യാം. കാരണം 10-20 പോയിൻറ്റ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് ആയാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് ഇത് ഇൻട്രഡേ ലെവലല്ലായിരുന്നു. ഓക്കെ, ഈ ഞാൻ കൊടുത്ത ലെവലുണ്ടല്ലോ, ഇത് ഇൻട്രഡേ ലെവലല്ലായിരുന്നു, ഇത് ഓവറോൾ ലെവലായിരുന്നു. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇൻട്രഡേ ലെവലിന് മാക്സിമം ഒരു 5 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ബട്ട് ഇത് ഇവിടുന്ന് ഞാൻ റിവേഴ്സലാണ് എക്സ്പെക്ട് ചെയ്തത്. യൂഷ്വലി ഞാൻ ഇവിടുന്ന് ഒരു ട്രേഡ് ഞാൻ എടുക്കാറുണ്ട്. ഓക്കെ, അത് നമ്മുടെ ഈ കുറച്ച് ഇതിനകത്തുള്ള ഒരു ആളുകൾ എൻ്റെ ടച്ചിലാണ്, അവർക്കൊക്കെ അറിയായിരിക്കും യൂഷ്വലി ഞങ്ങൾ ട്രേഡ് എടുക്കാൻ. ബട്ട് ഇവിടുന്ന് ശരിക്കും എനിക്ക് റിവേഴ്സൽ ക്യാൻഡിൽ ഒന്നും കിട്ടിയില്ല. ഞാൻ റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 1 hour ചാർട്ടിൽ വരും, ഓർ 30 minutes ചാർട്ടിൽ വന്നിട്ട് ഇവിടുന്ന് റിവേഴ്സൽ ക്യാൻഡിൽ, എൻ്റെ ഈ സോണിൽ റിവേഴ്സൽ ക്യാൻഡിൽ ഓവർ സോൾഡായിരിക്കും. സോ അതിൽ ഷൂട്ട് ചെയ്യും മാർക്കറ്റ്. അങ്ങനെ ഷൂട്ട് ചെയ്യും സഡൻ. സിംഗിൾ ലോട്ടിൽ തന്നെ നല്ലൊരു പോയിൻറ്റ്സ്, സിംഗിൾ ലോട്ടിൽ തന്നെ മിനിമം 50 to 60 പോയിൻറ്റ്സ് മിനിമം ഗ്രാബ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ടാവാറുണ്ട്. ദാറ്റ് മീൻസ് അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും. ആരുടെ? PE-കാരുടെ, പുട്ടെടുത്ത ആളുടെ പ്രോഫിറ്റ് ബുക്ക് ആയിരിക്കും. മീൻസ് മാർക്കറ്റിങ്ങിനെ സെല്ലേക്ക് കിടക്കുകയാണെങ്കിൽ. സോ അവർ സഡൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാൻ, ആൻഡ് സഡൻ നമുക്കൊരു ഷാർപ്പ് മൂവ് വിതിന് 15 minutes ഒക്കെ അങ്ങനെ എടുക്കും. അത് ഇവിടെ ഒരു സെറ്റപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് യെസ്, പോയിൻറ്റ്സ് വൈസ് നമ്മൾ നോക്കുക 20 പോയിൻറ്റ്സ് താഴേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് ഇവിടെ സ്ലോലി മൂവ് ചെയ്തു. ദെൻ ഇന്നാണ് ആ ആക്ച്വൽ മൂവിയാണ്, ഉദ്ദേശിച്ച മൂവ് ഇന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പുമായി റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ അതെല്ലാം കൂടി ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലേക്ക് ഒന്നുകൂടി പോയി. ഓക്കെ, പിന്നെ ഇവിടെ വേറൊരു കാര്യമുള്ളത്, ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി, ഇതൊക്കെ എല്ലാം ലിക്വിഡിറ്റിയാണ്. സപ്പോസ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ, ഫ്ലാറ്റ് ആണെങ്കിൽ, താഴേക്ക് വരുവാണെങ്കിൽ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടോ? ലിക്വിഡിറ്റി മീൻസ് എന്താണ്? നിങ്ങൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ സംഭവം അതൊന്നും നിങ്ങൾ വിട്ടുകളാം. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിറ്റെയിലേഴ്സ്, നിങ്ങളുടെ എൻ്റെയും മറ്റവരും നമ്മുടെ ഫ്രണ്ട്സുകാരുടെ റിറ്റെയിലേഴ്സിൻ്റെ നമ്മുടെ പൊസിഷൻസ് ഇവിടെ ഉണ്ടാകും. ആ പൊസിഷനാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, നമ്മുടെ ലോസ് ആണ് അവരുടെ പ്രോഫിറ്റ്. സോ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ 6:30 ഇവിടെ എൻട്രി എടുത്തേക്കണേ. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇവിടെ ഇവിടെ എടുത്തേക്കനെയാണ്, ഇവിടെ എടുത്തേക്കണേ, ഇവിടെ ഓരോരോ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, സ്റ്റെപ്പ് ദാറ്റ് മീൻസ് അപ്പ് ആൻഡ് ഡൗൺ. ദാറ്റ് മീൻസ് പ്രൈസ് താഴ്ന്ന മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലോവർ മറ്റേ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് അവിടെ ഫ്രഷ് പൊസിഷൻസ് റിറ്റെയിലേഴ്സ് ഉണ്ടാകും. അവർ അവിടെ റിറ്റെയിലേഴ്സിൻ്റെ ഉണ്ടാകുമല്ലോ, റിറ്റെയിലേഴ്സ് അവിടെ എൻട്രി എടുത്തിട്ടുണ്ടാകുമല്ലോ. സോ
അതൊക്കെ എല്ലാം ഇവിടെ ഇരിക്കുന്നു. ബട്ട് താഴെ ഇവിടെ റിറ്റെയിലേഴ്സ് ഉണ്ടാവും. ഇവിടെ താഴെ നമ്മൾ നോക്കി ചാർട്ടേ ഇല്ല നമുക്ക്. ഓക്കെ, താഴെ ഇവിടെ ചാർട്ടൊന്നും ഇല്ലല്ലോ. സോ കൂടുതൽ എവിടെ ഇരിക്കുന്നത്, കൂടുതൽ റിറ്റെയിലേഴ്സിൻ്റെ എൻട്രി എവിടെ ഉള്ളത്, മുകളിലെയാണ്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് ഷൂട്ട് ചെയ്യുകയാണെങ്കിലല്ലേ അവർക്ക് ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ എസ് എൽ കിട്ടും. മനസ്സിലായോ? അതാണ് അവർ ഗ്യാപ്പ് അപ്പ് ആക്കി പ്രൈസ് മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. പിന്നെ അവർ കുറച്ച് എൻട്രി എടുത്തിട്ടുണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ എസ് എൽ നിങ്ങളുടെ എസ് ഇവിടെ നിങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ആരുടെ ഇത്ര റിറ്റെയിലേഴ്സ് ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ഇവിടെ ആരെങ്കിലും പൊസിഷൻ എടുത്തിട്ടുണ്ടാവും 23,560. പിന്നെ ഈ റെഡ് ക്യാൻഡിൽ ഇവിടെ പൊസിഷൻ എടുത്തിട്ടുണ്ടാവും, ഇവിടെയും പൊസിഷൻ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ എല്ലാം കൂടി ലിക്വിഡിറ്റി അവർ സ്വീപ്പ് ചെയ്തേക്കാനാണ്. മനസ്സിലായോ? ഫുൾ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കളയും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി വരണം. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടുന്ന് ബൗൺസാണ്. ഞാൻ ബൗൺസ് എക്സ്പെക്ട് ചെയ്യുന്നു. ബട്ട് റെഗുലർലി നമ്മൾ എപ്പോഴും കാണുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് ഫസ്റ്റ് നല്ല ഹ്യൂജ് സെൽ ഓഫിലാണെങ്കിൽ, ഇപ്പോൾ ഹ്യൂജ് സെൽ ഓഫിലാണ് നടക്കുന്നത്. ദറ്റ് മീൻസ് നല്ലൊരു സെൽ ഓഫാണ് നടക്കുന്നത്. ഫസ്റ്റ് ഇനി ഈ ലെഗ് നോക്കാം, ഇവിടെ നല്ലൊരു സെൽ ഓഫാണ് പറയുന്നത്. സോ ഫസ്റ്റ് ബൗൺസ് വരികയാണെങ്കിൽ, ആ ബൗൺസിന് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു ബൗൺസ് ആണല്ലോ ഇത് ഓൾമോസ്റ്റ് 350 to 800 വരെ. ഓക്കെ, ആ ഫസ്റ്റ് ബൗൺസ് സെൽ ഓഫ് ആകും. ഇതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് ബുള്ളിഷ് റെഗുലർ ബേസിസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ഒരു താഴേക്ക് വരുവാണെങ്കിൽ, ദാറ്റ് മീൻസ് ഒരു റീട്രേസ്മെൻറ്റ് തരുവാണെങ്കിൽ, ഒരു 100, 200, 300 പോയിൻറ്റ്സിൻ്റെ നല്ല ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ റീട്രേസ്മെൻറ്റ് ആ സെൽ ഓഫ് ആ ഒരു റീട്രേസ്മെൻറ്റ് ബൈ ആകും. ഓക്കെ, രണ്ടാണ് ഞാൻ പറഞ്ഞിങ്ങനെ. സോ അത് ശ്രദ്ധിക്കണം. അതാണ് ഇന്ന് മാർക്കറ്റിൽ ഞാൻ ഇന്നലത്തെ വീഡിയോന് ശേഷം ഞാൻ പറഞ്ഞായിരുന്നു, മാർക്കറ്റ് 23,800 or 900 ഈ ഏരിയയിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ 700, 800 ഈ ഏരിയ വരികയെങ്കിൽ ഇത് റെസിസ്റ്റൻസ് സോൺ ആണ്. അവിടെ നിന്ന് വീണ്ടും സെൽ ഓഫ് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ഞാൻ വേറെ ഒരു കാര്യം, 23,900 അബവ് ഫുൾ സസ്റ്റെയിൻ ആയാൽ ദാറ്റ് മീൻസ് അപ്പോഴാണ് ഞാൻ ബുള്ളിഷ് ആകുകയുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇതിൻ്റെ അകത്ത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ഇതല്ല പറയണേ, ദാറ്റ് മീൻസ് ഞാൻ പെർഫെക്റ്റ് ആണ്, ഇതല്ല ഞാൻ പറഞ്ഞത്. ഞാനും നിങ്ങളുടെ പോലെ തന്നെയാണ്, വ്യത്യാസമില്ല. ബട്ട് ഞാൻ പറയുന്നത് നമ്മൾ മാർക്കറ്റ് എങ്ങനെ റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളോടൊരു കാര്യങ്ങളും ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലുകൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എല്ലാവരും കൂടി. ഇപ്പം ഞാനായാലും നിങ്ങൾ ആരായാലും എല്ലാവരും മാർക്കറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റീസൺ മാർക്കറ്റിൽ ഒത്തിരി പഠിക്കാനുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, സോ ഇത്രയും ഞാൻ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ഡിസ്കസ് ചെയ്തു. ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി സ്വീപ്പാണ് ചെയ്തത്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ ഈ ലാസ്റ്റിൽ സെൽ ഓഫ് ഇത്രയ്ക്ക് ഹ്യൂജ് സെൽ ഓഫ് ആരും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ക്ലിയർ ആയിട്ട് ഞാൻ പറയുള്ളൂ. ഞാനായാലും ആരായാലും ഇത്ര വലിയ ട്രേഡർ ആയാലും അവർ എക്സ്പെക്ട് ചെയ്ത് മാക്സിമം 23,700 ഓർ മാക്സ് ടു മാക്സ് ഇത്ര. ദാറ്റ് മീൻസ് നമ്മുടെ എക്സ്പെക്ടേഷനിൽ എന്തായിരുന്നു, മാർക്കറ്റ് നിയർ 23,600, 700 ആ ഒരു റേഞ്ചിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ഇത്. ബട്ട് ഇവിടുന്ന് ആ ഒരു സെൽ ഓഫ് വരാൻ തുടങ്ങി. അത് സഡൻ ലാസ്റ്റിൽ പിന്നെ ന്യൂസ് വന്നിട്ടുകൊണ്ടാണ് മൊത്തം ഓവറോൾ അത് കൊലാപ്സ് ആയി. മനസ്സിലായോ? അപ്പോൾ അവർ ഓവറോൾ ഫുള്ളി കൂടി ആരായാലും FI ആയാലും DIS ആയാലും മൊത്തത്തിൽ അവർ ഓവറോൾ എക്സിറ്റ് അടിച്ചു. ഓക്കെ, അപ്പോൾ എന്തായി, രണ്ട് സൈഡ് ട്രാപ്പായി. സോ ഇവിടെ നിന്ന് റീറ്റെയിലേഴ്സ് ഇങ്ങനെയും ട്രാപ്പായി, താഴേക്കും ട്രാപ്പായി. സോ ഓവറോൾ മാർക്കറ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഓൾമോസ്റ്റ് അവിടെ തന്നെ വന്ന് നിന്ന് ക്ലോസ്ഡ്. ഓക്കെ, സോ ഇതാണ് എക്സ്പ്ലനേഷൻ, ലിക്വിഡിറ്റി സ്വീപ്പിൻ്റെ എക്സ്പ്ലനേഷൻ. വേറൊരു എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ ലോങ് ആവുന്നു, ബട്ട് ഐ ഹോപ്പ് സോ നിങ്ങൾക്കത് ഇഷ്ടമാകും. എക്സ്പ്ലനേഷൻ എങ്ങനെ ട്രേഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ഇൻട്രാഡേ ബേസിസിൽ പറഞ്ഞു തരാം. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ വേറൊരു പ്ലെയിൻ ചാർട്ടാണ് ഞാൻ എടുത്തേക്കണേ. ഇത് ഒരു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് അതിനെ തന്നെ എക്സ്പ്ലനേഷൻ ഞാൻ തരുന്നു. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, തമ്പിങ്ങൾ ഇടാം, കമൻറ്റ് സെക്ഷനിൽ തമ്പിങ്ങൾ ഇടാമല്ലോ. ഇതൊരു പ്രൈസ് ആക്ഷൻ എക്സ്പ്ലനേഷൻ ഞാൻ തരാം ഇന്നത്തെ ചാർട്ടിൽ. നോക്കിക്കോ, ജസ്റ്റ് നമ്മളിപ്പോൾ പ്രൈസ് ആക്ഷൻ ബേസ് നമ്മൾ യൂഷ്വലി പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. സഡൻ ഞാൻ ലെവൽസിലെല്ലാം സഡൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ പെട്ടെന്ന് ഞാൻ തീർത്തേക്കാം. ഇത് നോക്കിക്കോ, എന്താണെന്ന് വെച്ചാൽ ഒരു ഷോൾഡർ, ഹെഡ് ആൻഡ് ഷോൾഡർ. സോ ഹെഡ് ആൻഡ് ഷോൾഡറുടെ ഒരു പാറ്റേൺ, അതിൻ്റെ ബ്രേക്ക് ഔട്ടാണ് ഫസ്റ്റ് ആയത്. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മൾ എങ്ങനെ അയ്യോ ഗ്രാപ്പ് ആണല്ലോ പേടിച്ച് പോകും നമ്മൾ. സോ റീടെസ്റ്റ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫർമേഷൻ കിട്ടിയില്ല. റീടെസ്റ്റ് ആയി, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, റെസിസ്റ്റൻസ് നമുക്ക് ഇതൊരു പേടിയുണ്ട്. ഓക്കെ, അപ്പോഴും പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബട്ട് ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി. ഏതാ റെസിസ്റ്റൻസ് ആണ്? 23,720. ഓക്കെ, സോ നമുക്കൊരു റെസിസ്റ്റൻസ് നമുക്കറിയാമല്ലോ, ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഏരിയയിൽ വന്നു കണ്ടു, പ്രൈസ് റെസിസ്റ്റൻസ് എടുത്തു. ഓക്കെ, കണ്ടോ ഇവിടെ പ്രൈസ് എന്താ ചെയ്തു, റെസിസ്റ്റൻസ് എടുത്തു ഈ ഏരിയയിൽ. യെസ്, ഓക്കെ,
റെസിസ്റ്റൻസ് എടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പെർഫെക്റ്റ്ലി റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് താഴേക്ക് വന്ന് മുകളിൽ ദെൻ ഇപ്പോൾ എന്തായി ഇനി ഇവിടെ കാണുന്നത് ഒരു ബുള്ളിഷ് സെറ്റപ്പിന് വേറെ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു. അവിടെ ഉള്ള സെലേഴ്സ്, ഇത് നേരത്തെ നമ്മുടെ അവിടെ ഉള്ള സെല്ലേഴ്സ് അത് അവർ ഇവിടുന്ന് വന്നപ്പോൾ അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, പ്രോഫിറ്റ് വിത്ത് പ്രൈസ് അടിക്ക് വന്നു. ഇവിടുന്ന് മുകളിലേക്ക് പോയി മീനും ഈ ഏരിയയിൽ വന്ന് പ്രൈസ് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കറക്റ്റ് ആ ഏരിയയിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ എന്താണ് പ്രൈസ് ആക്ഷൻ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് താഴെ നിന്ന് മുകളിലേക്ക് വന്ന് റീട്രേസ്മെൻറ്റ്, ദെൻ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറായി ചോച്ചായി. കണ്ടോ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് പ്രൈസ് ആക്ഷൻ ബേസ് എന്ന് പറഞ്ഞ സംഭവം അതാണ്. ഒരു ബുള്ളിഷ് ഇത് കണ്ടോ, ഇതൊരു ബുള്ളിഷ് ട്രേഡാണ്. ഓക്കെ, ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ നിന്ന് ഒരു സെറ്റപ്പ് താഴ്ന്ന മുകളിലേക്ക് വന്നു, ദൻ ഒരു റീട്രേസ്മെൻറ്റ്, ദെൻ അവിടെ ബ്രേക്ക് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ആ റീട്രേസ് അവിടെ ഇരിക്കുന്ന സെല്ലേഴ്സിനെ ഓടിക്കാൻ നോക്കുന്നുണ്ട്. സോ നമുക്ക് കറക്റ്റ് ഇവിടെ തന്നെ ഒരു എൻട്രി എടുക്കാം. 23,700 റീസൺ ക്യാൻഡിൽ, ഈ ക്യാൻഡിൽ കണ്ടോ, ഈ ക്യാൻഡിൽ എൻ്റെ മദർ ക്യാൻഡിലാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ കണ്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഗ്രീൻ ക്യാൻഡിലാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി കൺഫർമേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക, 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോകാം. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മുടെ ആ ബോക്സ് എവിടെ, നമുക്ക് ബോക്സ് നോക്കാം. യെസ്, ബോക്സ് നോക്കാം. ആ സിംഗിൾ ക്യാൻഡിൻ്റെ ലെങ്ത് കണ്ടോ ആ ലെങ്ത് തന്നെ 1 മിനിറ്റിൻ്റെ ക്യാൻഡിൽ തന്നെ നിങ്ങൾ എൻട്രി ചെയ്യണം. 700 ടു എവിടെ പോയിരിക്കാനാണ് 735 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, നമ്മുടെ റെസിസ്റ്റൻസ് നമുക്കറിയാലോ. നമ്മൾ ബാക്കിൽ പോയി നമ്മുടെ റെസിസ്റ്റൻസ് നോക്കിയാൽ നമ്മുടെ റെസിസ്റ്റൻസ് എവിടെ വരും, 750 760 ആ റേഞ്ചിലായിരിക്കും നമുക്ക് റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ഒന്നില്ലെങ്കിൽ 750 നമ്പർ നിങ്ങൾക്ക് അറിയാലോ. നോർമലി 300 750 നോർമലി നിങ്ങൾക്ക് അറിയുന്ന ഒരു നമ്പറാണോ 750 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ 40 നമ്മൾ എക്സിറ്റ് അടിക്കാം. ഓക്കെ, 740 നമ്മൾ എക്സിറ്റ്, നമുക്ക് ഇവിടെ 700 അടിക്കൽ 40 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ പ്രീമിയമിൽ അടിപൊളിയായ പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയല്ലോ. ഈ മാർക്കറ്റിൽ അതിന് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനി 5 മിനിറ്റ്സ് ചാർട്ടിൽ പോകാം. 5 മിനിറ്റ്സ് ചാർട്ടിൽ പിന്നെ വരുന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്തായിരുന്നു, ഈ സോൺ നമ്മുടെ എന്താ ബുള്ളി സോൺ തന്നെയല്ലേ. പ്രൈസ് വീണ്ടും താഴേക്ക് വന്നു. ബുള്ളി സോൺ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയതല്ലേ. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ 5 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഓക്കെ, ഇനി ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്രൈസ് ആക്ഷനിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇവിടെ എന്താ, ഇതാണ് ഏത് ക്യാൻഡിലാണിത് അത് പറഞ്ഞു ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, എല്ലാവരും കൂടി. സോ ആ ഒരു ക്യാൻഡിൽ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. യെസ്, ഇത് ഈ റെഡ് ക്യാൻഡിൽ കണ്ടോ, ഇതാണ് ബൈങ് സോൺ. ഇത് പ്രൈസ് എവിടെ വന്നു, ഇവിടെ വന്ന് നിങ്ങൾ നോക്കിക്കോ, ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ വന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ഈ റെഡ് ക്യാൻഡിൽ. ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീനായി ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു ആൻഡ് ഈ ബോഡിയുടെ അടുത്ത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, സോ നമുക്ക് അവിടെയും കൺഫർമേഷൻ കിട്ടിയില്ല. ഈ ഗ്രീൻ ക്യാൻഡിൽ ഓൾമോസ്റ്റ് 50% നമ്മൾ അപ്പോഴാണ് നമ്മുടെ ഈ ക്യാൻഡിൽ ഏതായിരിക്കും, ഈ ക്യാൻഡിൽ സ്റ്റിക്ക് അപ്പോൾ 50% ക്ലോസ് ചെയ്യണമെങ്കിൽ പിയേഴ്സിങ് ക്യാൻഡിൽ ആവും. പിയേഴ്സിങ് ക്യാൻഡിൽ. ഓക്കെ, പോട്ടെ. നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായ ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. സോ നമ്മൾ ഇപ്പോൾ എപ്പോഴും ഞാൻ ആക്ച്വലി മാർക്കറ്റിൽ ലേൺ ചെയ്യണത് എന്താണെന്ന് അറിയാമോ, കൂടുതലായിട്ട് ഞാൻ ക്യാൻഡിൽസിൻ്റെ വീഡിയോ ഉണ്ടാക്കി ഷെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ കൂടെ. റെഡ് ക്യാൻഡിൽ പ്ലസ് 2 ഗ്രീൻ ക്യാൻഡിൽ, ദാറ്റ് മീൻസ് ഈ ഫുൾ റെഡ് ക്യാൻഡിൽ ഒബ്സർവ് ചെയ്തു. ആകെ വന്നേക്കുന്ന സെലേഴ്സ് എത്രയാണ്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു റെഡ് ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ, ദാറ്റ് മീൻസ് ഇത്ര സ്വീപ്പ് ചെയ്തു. ഇനി ഇതിനകത്ത് ബാലൻസ് ഉള്ളത് ഇത്ര സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നത്തെ ഒരു ക്യാൻഡിൽ ഗ്രീനായി. സോ ഇനി ഇതിനകത്ത് സെല്ലേഴ്സേ ഇല്ല, ആകെ ഇത്ര സെല്ലേഴ്സ് ഉള്ളൂ. ദാറ്റ് മീൻസ് ഈ ഒക്കെ സെല്ലേഴ്സ് ഒബ്സോർബ് ആയി. ഈ റെഡ് ക്യാൻഡിലിൻ്റെ സെല്ലേഴ്സ് എല്ലാം ഒബ്സോർവ് ആയി. ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ ഇത്ര സെല്ലേഴ്സ് പോയില്ലേ. പിന്നെ വരുന്നത് ബാക്കി വരുന്നത് ഈ ഇത്ര സെല്ലേഴ്സ് മാത്രം. ഈ റെഡ് ക്യാൻഡിലിൻ്റെ ബോഡി ഇത്ര. തേർഡ് ക്യാൻഡിൽ ഗ്രീൻ ഫോം ആയപ്പോൾ അതൊക്കെ ഒബ്സോർവ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഇതാണ് ബുള്ളിഷ് സിഗ്നൽ. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് പിൻബാർ എന്തെങ്കിലും ഫോം ആവേണ്ടതാണ്. നമ്മൾ നോക്കാം. പിൻബാർ കണ്ട. യെസ്, ഓക്കെ. സോ ഇതായല്ലോ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കണ്ടറിയാമല്ലോ ഈ ക്യാൻഡിൽ ഓൾമോസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലായി. സോ ഇങ്ങനത്തെ കാൽക്കുലേഷൻ വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ എൻട്രി ചെയ്യാൻ. പിന്നെ ഈ ഹൈ എന്തായാലും ബ്രേക്ക് ചെയ്യേണ്ടതാണ്. ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ആ ഹൈ വരെ നമുക്ക് പ്ലേ ചെയ്യാം. ഓർ നമ്മുടെ റെസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഇവിടെ നിന്ന് പിന്നെ ഒരു ബൈങ് ജനറേറ്റ് ആയി. ദാറ്റ് മീൻസ് പ്രൈസ് ആക്ഷനാണ് ഈ പ്രൈസ് ആക്ഷൻ പറയണം. ഓക്കെ, പ്രൈസ് ആക്ഷൻ ബേസിൽ മുകളിൽ പോയി ഒരു ഹൈ അടിച്ചു, റെസിസ്റ്റൻസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായി, ഞാൻ ഡിലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 5 മിനിറ്റ് സ്റ്റാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഓവറോൾ എന്തായി സ്ട്രക്ചർ ഫുള്ള് ഈ സൈഡ് വേസ് ആയി. ഓക്കെ, ഇത് ഇവിടെ ഫുൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫുള്ള് സൈഡ് വേസ് ആയി. ഈ സൈഡ് വേസ് ആയപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ സൈഡ് വേസ് മാർക്കറ്റിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ സൈഡ് വേസ് ആണെങ്കിൽ നമ്മൾ ട്രാപ്പ് ആകുമല്ലോ. ഓപ്ഷൻ ബയേഴ്സ് അല്ലേ നമ്മൾ.
ഇത് കണ്ടോ ഓവറോൾ സ്ട്രക്ചർ ഫുൾ. അപ്പോൾ ഇനി മാർക്കറ്റ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായി ഈ ഫുൾ ഇതിലേക്ക് കൺസോളിഡേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഒരു ലോ അടിച്ചു, ഓക്കെ, ഈ ഒരു ലോ അടിച്ചു, ദെൻ ഹൈ അടിച്ചിട്ട് ദെൻ വീണ്ടും എന്താ ബ്രേക്ക് ചെയ്തെങ്ങനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യുന്നത് ഈ ഒരു ലോ, ദാറ്റ് മീൻസ് ഒരു ബിയറിഷ് സിഗ്നലാണ് ഈ ലോ. ദാറ്റ് ഈ ഗ്രീൻ ക്യാൻഡിലെ ഓക്കെ, ഈ ഗ്രീൻ ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ എന്തായി, ഇത് ഒരു ബിയറിഷ് സിഗ്നലാണ്. കാരണം ഈ ഇവിടുത്തെ ഒരു ലോ അടിച്ചത് അത് ഓക്കെ, അതാണ് ആ ബിയറിഷ് സിഗ്നൽ. പിന്നെ നമ്മൾ അവിടെ ഇനി എൻട്രി എടുക്കണില്ല. നമ്മളെ നേരത്തെ രാവിലെ മോർണിംഗിൽ അടിച്ച ഒരു ഹൈ, ഓക്കെ, അത് റെസിസ്റ്റൻസ് ആണല്ലോ നമ്മുടെ ഇവിടെ. ഇത് 23,700 നമ്മൾ വന്നു, അവിടെ വന്ന് നോക്കിയപ്പോൾ എന്തായി, പ്രൈസ് ക്ലോസിങ് താഴേക്ക് വന്നു, ബട്ട് വീണ്ടും മുകളിലേക്ക് പോകുന്നു പ്രൈസ് ഗ്രീൻ ക്യാൻഡിൽ നോക്കും, ഓക്കെ. എന്നിട്ട് റെസിസ്റ്റൻസ് എവിടെ എടുക്കുന്നു, ഈ ഗ്രീൻ ക്യാൻഡിൽ റെസിസ്റ്റൻസ് എവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലെ ഇവിടുത്തെ ഈ ബോക്സിൻ്റെ ഈ ലോ പൊസിഷൻ്റെ ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നു. റെസിസ്റ്റൻസ് എടുത്തിട്ട് വീണ്ടും തേർഡ് ക്യാൻഡിൽ ഗ്രീനായി ഈ അടിച്ച ലോ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം, ഓക്കെ. ഈ നേരത്തെ അടിച്ചല്ലോ അത് ബ്രേക്ക് ചെയ്താൽ ക്യാൻഡിൽ ക്ലോസിംഗ് ചെയ്താൽ നമുക്ക് എൻട്രി എടുക്കാം. പിന്നെ അങ്ങനെ ഇങ്ങനെ ചെറിയ പോലെ സൈഡ് വേസ് ഒക്കെ കാണിക്കും, ആൻഡ് ദെൻ ബൂം താഴേക്ക് മൊത്തത്തിൽ പൊട്ടി. കാരണം ഇവിടെ പിന്നെ സപ്പോർട്ടില്ല. പിന്നെ ഒരു സപ്പോർട്ട് ഇത് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ആ സപ്പോർട്ട് ഇതായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെയാണ് 23,650 ഇത്രയാണ് ഞാൻ എൻ്റെ എക്സ്പെക്ടേഷനിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ശരിക്കും ഉള്ള കാര്യം ഞാൻ ലോജിക്കലി പ്യൂർ മാത്രം പറയുള്ളൂ. ഞാൻ എത്ര വരെ ഇവിടുന്ന് ഭയങ്കെടുക്കേണ്ടതാണ്. ആസ് പെർ മീ ഇതായിരുന്നു 23,650. ഇതിൻ്റെ ബില്ലും ഞാൻ കാണുന്നില്ലായിരുന്നു. ബട്ട് ആ ലാസ്റ്റിൽ വന്ന ഒരു ഹ്യൂജ് റെഡ് ക്യാൻഡിൽ കണ്ട. ഇതിനകത്ത് ബയേഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ ഈ ക്യാൻഡിൽ എവിടെയെങ്കിലും ബയറുണ്ടോ? ഒരു തുള്ളി ബയറില്ല ഈ റെഡ് ക്യാൻഡിൽ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മനസ്സിൽ പേടിയായിരുന്നു, ഇത് നിൽക്കാൻ പോണില്ല. കാരണം പിന്നെ ബ്ലഡ് ബാത്ത് തന്നെ വരുള്ളൂ, ഡേ ലോ ഒക്കെ ടച്ച് ചെയ്യും, പിന്നെ മൊത്തം ഓവറോൾ പിന്നെ കൊളാപ്സ് ആയി. ഓക്കെ, സോ ഇനി നമ്മുടെ സ്ട്രക്ചറിൽ കിടക്കാം. ഇത് മിക്കവാറും ഇന്നുണ്ടോ ചിലപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ റീടെസ്റ്റ് കൂടിയാവാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ അനാലിസിസ് കിടക്കാം. ഇൻ ഷോർട്ട് വേഗം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, നമ്മുടെ അനാലിസിസ് കിടക്കാം. സോ സോറി, നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, കാരണം ഇത് ഒത്തിരി ലോങ് ആയി പോയിട്ടുണ്ട്. വേഗം എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു റീടെസ്റ്റ് ആവാം ചിലപ്പോൾ. ഇനി ഇതിൻ്റെ സപ്പോർട്ട്, ഇനി ബിയറിഷ് ആവേണ്ടത് എപ്പോഴാണ്, ഈ ഒരു ഗ്രീൻ ലൈൻ 23,350 യെസ്റ്റർഡേ ലോ ബ്രേക്ക് ചെയ്യുന്നവരെ നമ്മൾ ബിയറിഷ് അല്ല. 23,350 ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ മാത്രമേ ഞാൻ ഫർദർ ഫോൾ കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടുന്ന് വീണ്ടും ചിലപ്പോൾ ഒരു ബൗൺസ് ഓർ റീട്രേസ്മെൻറ്റ് തരേണ്ടതാണ്. ബാക്കി നമുക്ക് ഇനി നാളത്തേക്ക് എനിക്ക് എക്സ്പെക്ടേഷൻ ഒന്ന് മീൻസ് നാളെ മുടക്കാണല്ലോ, ഓഫാണല്ലോ. സോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു 1 ഡേ ഇപ്പോൾ വാറുടെ ന്യൂസ് കൂടിയാണ്, നാളെ ഇനി എന്താ നടക്കുന്നത്. സോ നമുക്ക് മറ്റന്നാളത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്താണ് സംഭവം നടക്കുന്നത് ഫ്രഷ് ആയിട്ട്. ഓക്കെ, സോ ഇനി ഫ്രഷ് റെസിസ്റ്റൻസ് നമ്മൾ ഇതായിരിക്കും 23,770. ഒരു റെസിസ്റ്റൻസ് കൂടി കാണുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, നമ്മുടെ സപ്പോർട്ട് ഇവിടെ പ്രത്യേകിച്ച് വേറെ സപ്പോർട്ടും ഇല്ല. ഇതിൻ്റെ റീടെസ്റ്റ് തന്നെ പറയാം, അത് മാത്രമേ ആകെ ഒരു സപ്പോർട്ടുള്ളൂ. ഓർ നമ്മുടെ 23,350. ഓക്കെ, സോ പ്രൈസ് ഇവിടെ റീടെസ്റ്റ് എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുമോ അതാണ് നോക്കേണ്ടത്. ഇനി വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് നിഫ്റ്റിയിൽ ഒന്നും സെറ്റപ്പില്ല, കാരണം ഓവറോൾ മാർക്കറ്റ് ഫുൾ റെഡ് ക്യാൻഡിലാണല്ലോ. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റി കിടക്കാം. വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കരുത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നമ്മുടെ ഈ P9 പാറ്റേണിൻ്റെ ഐ തിങ്ക് ചാനലിൽ ഇതൊക്കെ ആവശ്യം കഴിഞ്ഞു, ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ കണ്ടോ റെസിസ്റ്റൻസ് 50,970 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അവിടെ ഹൈ അടിച്ചു. ആൻഡ് ദെൻ റെസിസ്റ്റൻസ് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. ഓക്കെ, സോ യെസ്, ഈ ഒരു സപ്പോർട്ട് എൻട്രി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഓൾമോസ്റ്റ് അതിൻ്റെ താഴെയാണ് ക്ലോസിങ് വന്നെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു വീക്ക് സൈൻ ആണ് കേട്ടോ ബാങ്ക് നിഫ്റ്റിയിൽ. വേണ്ട, ഇതിങ്ങനെ ആക്കിക്കോ. യെസ്, ഓക്കെ, ഇനി ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് ഇടയ്ക്കൊരു സപ്പോർട്ട് വരുന്ന ചെറിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ 50,350. ഓക്കെ, ഇതൊരു ചെറിയ സപ്പോർട്ടായിട്ട് മാറും. ഐ തിങ്ക് ഇത് ഗ്രീൻ ആക്കി മാർക്ക് ചെയ്തേക്കാം. പിന്നെ ഇടയ്ക്ക് വേറൊരു സപ്പോർട്ടൊന്നും കാണുന്നില്ല കേട്ടോ. ഇത് സപ്പോർട്ട് സോണാക്കി മാർക്ക് ചെയ്തോളൂ. 2 ക്യാൻഡിൽസ് അടുപ്പിച്ച് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ സപ്പോർട്ട് എടുക്കേണ്ടതാണ്. ഇനി ഫർദർ ഫോൾ 59,900 ബിലോ മാത്രമേ ഫർദർ ഫോൾ വരുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് കയറേണ്ടതാണ്. നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ട്രാപ്പിംഗ് ആയിരിക്കുള്ളൂ, കൺഫ്യൂസിങ് ആണ്. ഇപ്പോൾ ഒന്ന് എക്സ്പയറി ഒക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇൻ കേസ് ഇത് ബ്രേക്ക് ആയില്ലെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ ചാനലിൽ തന്നെ കൊണ്ടുപോകുള്ളൂ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഒന്ന് പറയാൻ സീനോ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ശ്രദ്ധിച്ചാൽ താങ്ക് യു.